ഹായ് നമസ്കാരം. എല്ലാവർക്കും വൈഡ് റേഞ്ച് ഡിജിറ്റൽ അക്കാഡമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നമ്മൾ പ്ലേ സ്റ്റോർ വഴി അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ വഴി ജിയോ സ്ഫിയർ അല്ലെങ്കിൽ ജിയോ കോയിൻ നമ്മൾ ഏൺ ചെയ്യുക, അതിനെന്താണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ വീഡിയോയാണ് നമ്മൾ ഇന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് വൈഡ് റേഞ്ച് ഡിജിറ്റൽ അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നത്. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. അതല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാത്ത ആളുകൾ ആപ്പ് സ്റ്റോറിൽ പോയി ജിയോ സ്ഫിയർ JIOSPHER എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന ജിയോ സ്ഫിയർ എന്ന് പറയുന്ന വെബ് ബ്രൗസർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആ വെബ് ബ്രൗസർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് താഴെ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ, ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം താഴെ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് അടിക്കുക, വീണ്ടും നെക്സ്റ്റ് അടിക്കുക. അതിന് താഴെ അവരുടെ കണ്ടീഷൻസ്, ഐ ആം റെഡി ടു ബ്രൗസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ വെബ് ബ്രൗസർ, നമ്മൾ സാധാരണ മൊബൈലിൽ ഗൂഗിൾ ക്രോം പോലുള്ള വെബ് ബ്രൗസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ജിയോ സ്ഫിയർ എന്ന് പറയുന്ന വെബ് ബ്രൗസർ നമ്മൾ യൂസ് ചെയ്യാമെന്നുള്ള കണ്ടീഷനിൽ സെറ്റ് ആസ് ഡിഫോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ ജിയോ സ്ഫിയർ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അത് സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ബ്രൗസർ അത് നമുക്ക് ജിയോ സ്ഫിയർ ആയിട്ടുണ്ട്. താഴെ സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു പേജിലേക്കാണ് നമ്മൾ പോവുക. ഈ ഒരു പേജിൽ നിന്ന് ഏറ്റവും മുകളിൽ കാണുന്ന ഒരു പ്രൊഫൈൽ പിക്ചർ കാണാം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ. ആ പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്യുക. പ്രൊഫൈൽ പിക്ചറിൽ ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? താഴെ സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നമ്മുടെ പേര്, നമ്മുടെ നിക്ക് നെയിം നമുക്ക് കൊടുക്കാം. വൈഡ് റേഞ്ച് ഡിജിറ്റൽ അക്കാഡമി എന്ന് പറയുന്ന ഡിജിറ്റൽ അക്കാഡമി എന്ന് നിക്ക് നെയിം കൊടുത്തു. കറക്റ്റായിട്ട് സ്പെല്ലിങ് വൈഡ് റേഞ്ച് ഡിജിറ്റൽ അക്കാഡമി എന്ന് പറയുന്ന വെബ് ബ്രൗസർ, അതിൻ്റെ നിക്ക് നെയിം കൊടുത്തതിന് ശേഷം താഴെ അതിൻ്റെ മൊബൈൽ നമ്പർ, നമ്മളുടെ മൊബൈൽ നമ്പർ നമ്മൾ അതിൻ്റെ കൂടെ കൊടുത്ത് ഗെറ്റ് OTP എന്ന് കൊടുത്താൽ നമ്മുടെ ആ മൊബൈലിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു OTP വരും. ആ OTP നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കുക. ദെൻ OTP കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? താഴെ സൈൻ ഇൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ വെബ് ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഓപ്ഷൻസും നമ്മൾ ഇനേബിൾ ചെയ്തതിന് ശേഷം മുകളിൽ സിങ്ക്രണൈസ്ഡ് ഡാറ്റ എന്നുള്ളതിൻ്റെ ഓപ്ഷൻ മുകളിൽ കാണുന്നതിൽ നിന്നൊന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിങ്ങനെ കാണാം, നമ്മളുടെ വൈഡ് റേഞ്ച് ഡിജിറ്റൽ അക്കാഡമിയുടെ പേര് കാണാം. താഴെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കാണാം. അതിന് തൊട്ട് താഴെ ലെറ്റ്സ് ഗെറ്റ് യു സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു പേജ്, ഒരു പ്രൊഫൈൽ കാണുന്നുണ്ട്. നിങ്ങളവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. അവിടെ വാലറ്റ് ഫീൽസ് ലൈറ്റ്, ക്ലിക്ക് ടു സീ ഹൗ യു ക്യാൻ ഗെറ്റ് ദ റിവാർഡ്സ് റോളിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ടു ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തും. ആ സൈൻ ഇൻ ടു ഏൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പേജിലാണ് വന്ന് നിൽക്കുക. ഇത് പോളിഗൺ ബ്ലോക്ക് ചെയിനിലുള്ള ഒരു വാലറ്റ് അഡ്രസ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ജിയോ കോയിൻസ് ഒന്നും വന്നിട്ടില്ല. അവരുടെ പ്രോജക്റ്റുകൾ എങ്ങനെയാണെന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഈ ഒരു വെബ് ബ്രൗസർ വഴി നമ്മൾ സാധാരണ സെർച്ച് എഞ്ചിനായിട്ട് ഗൂഗിൾ ക്രോമൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു ജിയോ സ്ഫിയർ എന്ന് പറയുന്ന വെബ് ബ്രൗസർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അവരുടെ കോയിൻ, ജിയോ കോയിൻ എന്ന് പറയുന്ന കോയിൻ നമുക്ക് റിവാർഡായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു സെറ്റിങ്സ് എല്ലാവരും ചെയ്തു വെക്കുക. അതിനുശേഷം കൂടുതൽ ഇൻഫർമേഷൻസ് വരുമ്പോൾ നമുക്കത് നമ്മുടെ വൈഡ് റേഞ്ച് ഡിജിറ്റൽ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. വൈഡ് റേഞ്ച് ഡിജിറ്റൽ അക്കാഡമി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ക്രിപ്റ്റോ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു അക്കാഡമിയാണ്. ടെക്നോളജി ബേസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആളുകൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ഡിജിറ്റൽ അക്കാഡമിയാണ്. ഇപ്പോൾ അതിൻ്റെ കീഴിൽ എന്താണ് ക്രിപ്റ്റോ കറൻസി, എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഹൗ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ക്രിപ്റ്റോ ആൻഡ് ബ്ലോക്ക് ചെയിൻ വേൾഡ്, ഡീസെൻട്രലൈസേഷനും സെൻട്രലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, വാട്ട് ഈസ് ബ്ലോക്ക് ചെയിൻ ആൻഡ് ക്രിപ്റ്റോ, അതുപോലെ തന്നെ വാലറ്റ് എക്സ്ചേഞ്ചസ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എവിടുന്നാണ് നമ്മൾ വാങ്ങേണ്ടത്, എവിടെയാണ് നമ്മൾ വിൽക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് നമ്മൾ വാങ്ങേണ്ടത്, വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ നമുക്ക് വളരെ സൗജന്യമായിക്കൊണ്ട് ഇപ്പോൾ വൈഡ് റേഞ്ച് ഡിജിറ്റൽ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരം ക്ലാസ്സുകൾ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ക്രിപ്റ്റോയെക്കുറിച്ച് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോകത്ത് സ്റ്റാർട്ട് ചെയ്ത ക്രിപ്റ്റോ റവല്യൂഷനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കും. അത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മൾ കണ്ടുപരിചയമുള്ള ഒരുപാട് സ്കാമിങ്, ചീറ്റിംഗ് പ്രോജക്റ്റുകളിൽ നിന്ന്
നമുക്ക് വളരെ സേഫായിട്ട് മാറി നിൽക്കാനും അത് സ്കാമിംഗ് പ്രോജക്റ്റാണോ ചീറ്റിംഗ് പ്രോജക്റ്റാണോ എന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഈ ഒരു വൈഡ് റേഞ്ച് ഡിജിറ്റൽ അക്കാഡമിയുടെ ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കും. താല്പര്യമുള്ളവർ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യുക. എനിവേ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.